കോഴിക്കോട് താമരശ്ശേരിയിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസിന് നേരെ ആക്രമണം. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും യാത്രക്കാരനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന് നേരെയാണ് ആക്രമണം നടന്നത്. കാറിലെത്തിയ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ഡ്രൈവർ പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ രാത്രി 1 മണിയോടെയാണ് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസിന് നേരെ ആക്രമണം നടന്നത്. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും യാത്രക്കാരനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. താമരശ്ശേരി ബസ് ബേക്ക് സമീപം വെച്ചാണ് സംഭവം. കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന ബസിന് നേരെയാണ് ആക്രമണം നടന്നത്. കാറിലെത്തിയ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ബസ് ജീവനക്കാരൻ പറഞ്ഞു. ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത് തടഞ്ഞ യാത്രക്കാരനാണ് മർദ്ദനമേറ്റത്. ഇയാൾ വയനാട് സ്വദേശിയാണ്. ഞാൻ ബസ്സിൽ ഡ്രൈവറും 2 പയ്യന്മാരാണ് വന്നത്. അപ്പോൾ ഇവരായിട്ട് കോമ്പേറ്റ് അവർ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഫസ്റ്റ് അവിടെ നിന്ന് പിടിച്ചു, പിന്നെ ഇവിടെ നിന്ന് വന്നിട്ട് ബ്ലോക്ക് ഇട്ടിട്ട് അവരൊരു പ്രശ്നത്തിൽ വന്നിട്ട് അടി ഉണ്ടാവാൻ പോയിട്ടും ഞാൻ പോകുന്നത് അവരോട് പറഞ്ഞാണ്, നിങ്ങളിത് പ്രശ്നമാകുന്നത്, ലോങ് യാത്രക്കാരാണ്, നിങ്ങളൊന്ന് ഒഴിവാക്കും. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഇവിടുന്ന് 4-5 ആൾക്കാരും കൂടി കൂടുതൽ വന്ന് എന്നെ തള്ളി മാറ്റായത്. ബസ് ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് താമരശ്ശേരി എസ്ഐ ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികളെത്തിയ ഡാർക്ക് ബ്ലൂ സ്വിഫ്റ്റ് കാർ പിടികൂടാൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. താമരശ്ശേരി കെഎസ്ആർടി ഡിപ്പോയ്ക്ക് സമീപം വെച്ച് സംഘത്തിലെ ഒരാൾ ബസ്സിൽ കയറാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ സീറ്റില്ലെന്ന് പറഞ്ഞ് മടക്കി. ഇതിൽ പ്രകോപിതനായാണ് താമരശ്ശേരി ബസ് ബേക്ക് സമീപം മുന്നിൽ കാറിട്ട് തടഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. താമരശ്ശേരിയിൽ വെച്ച് ഒരു കാറ് നമ്മുടെ വണ്ടിക്ക് ക്രോസ് ചെയ്ത് നിർത്തി. ഇടേ സൈഡിൽ നിന്ന് ഒരു ആളിറങ്ങി ഡ്രൈവറുടെ അടുത്ത് വന്നിട്ട് സീറ്റ് ഉണ്ടോ നോക്കി. നമ്മൾ സീറ്റില്ലാന്ന് പറഞ്ഞ് വണ്ടി മുമ്പോട്ട് വന്നപ്പോൾ അദ്ദേഹം വണ്ടിയുടെ സൈഡിൽ അടിച്ചു. അതിനുശേഷം വണ്ടി മുമ്പോട്ട് വന്ന് ഇവിടെ താമരശ്ശേരി പഴയശാനം എന്നൊരു പാസഞ്ചർ കയറാൻ നിർത്തി. വീണ്ടും ഒരു കാറ് വട്ടമിടുകയും അവർ തകടയിലടിച്ചപ്പോൾ എന്താ തങ്ങളുടെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സീറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് കയറ്റിയാണ് കുഴപ്പം, അതൊക്കെ നമ്മൾ സീറ്റില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ അടുത്തുണ്ടായി. ഡ്രൈവറുടെ അടുത്ത് ഭയങ്കര ഷൗട്ട് ചെയ്തപ്പോൾ വണ്ടിയിലെ യാത്രക്കാരൻ ഇത്രയും ദൂരം പോകണ വണ്ടിയല്ല, ഞങ്ങൾക്ക് സീറ്റില്ലാന്ന് പറഞ്ഞാൽ എന്നുള്ള പ്രശ്നം പരിഹരിച്ച് തീർക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ ചെവിക്കലിനടിക്കുകയും അദ്ദേഹത്തിൻ്റെ വാച്ച്, പേഴ്സ്, പോക്കറ്റും ഷർട്ടിൻ്റെ പോക്കറ്റ് എന്തൊക്കെ വലിച്ചു വിടുക, അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ച് അവർ ഈ താഴത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ലോക്കലിലുള്ള ഒരു 5-6 ആൾക്കാർ വന്ന് നമ്മളെ വീണ്ടും ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഈ വഴിക്ക് തന്നെ ഓടുന്നത്, നിങ്ങളെ കാണിച്ചു തരാം, ഞങ്ങൾ ഈ ലൈനിൽ തന്നെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾ വല്ല നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരിലെന്ന രീതിയിൽ പക്കാ ഗുണ്ടായിസം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാണെന്നൊരു സംശയം ഉണ്ടാവും. അതുപോലെ പക്കാ ഗുണ്ടായിസം രീതിയിൽ നമ്മൾ വളരെ മോശമായിട്ട് രീതിയിൽ, അതായത് കെഎസ്ആർടിസിക്കാരുടെ തലയിലേക്ക് ആർക്കും കുതിര കയറാം എന്നുള്ള രീതിയിലുള്ള വളരെ നികൃഷ്ടമായ രീതിയിലുള്ള പെരുമാറ്റമാണ് അവർ നമ്മുടെ അടുത്ത് കാഴ്ച. പ്രതികളെക്കുറിച്ചും ഇവർ സഞ്ചരിച്ച കാറിനെക്കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട്. സംഭവശേഷം ചെക്ക് പോസ്റ്റിന് സമീപത്തെ പോക്കറ്റ് റോഡിലെത്തി കാറിന്റെ നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റിയിരുന്നു. പിന്നീട് താമരശ്ശേരിയിലൂടെ പലതവണ പരിസരം നിരീക്ഷിക്കുകയും കാരാടി LICക്ക് സമീപം കെട്ടിടത്തിന്റെ മുൻവശത്ത് ഏറെ നേരം കാർ നിർത്തിടുകയും ചെയ്തതായ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. സംഭവ സമയം പോലീസ് എത്തി ഡ്രൈവറുടെയും യാത്രക്കാരന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഇരുവരും ഇമെയിലായി വിശദമായ പരാതി നൽകും. ബസ്സിലെ CCTV ദൃശ്യം ഇന്ന് കൈമാറുമെന്ന് ഡ്രൈവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യും. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.